ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഫോൺസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട് പല ബ്രാൻഡിലും. സോ അതിൽ നമ്മളിപ്പം വിവോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇടയായിട്ട് ഒരുപാട് പുതിയ അത്ര ഒരു ഗ്യാപ്പില്ലാതെ തന്നെ ഒരുപാട് ഫോൺസ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാ ഫോൺസിലും ഒരു നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് മെയിനായിട്ടും അതിൻ്റെ ബാക്ക് ക്യാമറയുടെ ഡിസൈനിങ്ങിലാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഡിസൈനിങ്ങാണ് അവർ കൊണ്ടുവരുന്നത്. നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ക്യാമറയിൽ തുടങ്ങി, പിന്നീട് അത് ഡ്യുവൽ ക്യാമറയായി, ട്രിപ്പിൾ ക്യാമറയായി, ക്വാഡ് ക്യാമറയായി, അങ്ങനെ അതൊക്കെ ഒരു ലൈൻ മീൻസ് ഒരു സിംഗിൾ ലൈനിലായിരുന്നു ആ ഒരു ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏത് ബ്രാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിലും ബാക്ക് ക്യാമറ ഭയങ്കര ഡിസൈനിങ് ഒക്കെ വളരെ നല്ല രീതിയിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ iPhone 11 Pro ഒക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ക്യാമറയുടെ ആ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഗൂഗിൾ പിക്സൽ ആയാലും OnePlusൻ്റെ ഫോൺസ് ആയാലും ഒക്കെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മെയിനായിട്ട് അതിൻ്റെ ക്യാമറയിലാണ് ബാക്ക് ക്യാമറയിലാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഡിസൈനിങ്ങിൽ. സോ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഇപ്പോൾ വിവോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള വിവോ S1 Pro എന്ന് പറഞ്ഞ മോഡലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇപ്പം തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വിവോയുടെ Y9S എന്ന് പറഞ്ഞ ആ ഒരു മോഡലിലും ഓൾമോസ്റ്റ് ഈ ഒരു എന്താ പറയുക ക്യാമറയുടെ ഡിസൈനിങ് തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് ആയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 6.38 ഇഞ്ചസ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. ഫൺ ടച്ച് 9.2 സ്കിന്നോട് കൂടിയ ആൻഡ്രോയിഡ് 9 Pie ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോസസ്സർ വരുന്നത് Qualcomm Snapdragon 665 ആണ്. ഇതൊരു ഒക്ടാകോർ പ്രോസസ്സറാണ്. Adreno 610 ആണ് GPU വരുന്നത്. കാർഡ് സ്ലോട്ട് അപ് ടു 256 GB. 8 GB റാം 128 GB ആണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. ഈ ഫോണിന് വരുന്നതും ക്വാഡ് ക്യാമറ തന്നെയാണ്. 48 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെഡിക്കേറ്റഡ് മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിലാണ്. ടൈപ്പ് C പോർട്ടാണ് ഈ ഫോണിനുള്ളത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആണ്. ബാറ്ററി കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 4500 mAh ആണ് വരുന്നത്. 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഈ ഫോണിൻ്റെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാൻസി സ്കൈ, നൈറ്റ് ബ്ലാക്ക് കളേഴ്സിലാണ്. 2020 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു വിവോൻ്റെ S1 Pro ഓൺലൈനായിട്ട് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 19,990 റുപ്പീസാണ്. സോ ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു ഫോണിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവോ Y9S ആയിട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഫീച്ചേഴ്സൊക്കെ തന്നെ. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും പുതിയ ഫോൺ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, പുതിയ കൊല്ലമൊക്കെ അല്ലേ, അപ്പം ആ ഒരു പുതിയ ഫോൺ വാങ്ങിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ ഈ ഒരു ഫോണും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. 2020 ഈ ഫോൺ പുറത്ത് ഇറങ്ങുകയുള്ളൂ. അതിനുശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫോൺ ശരിക്കും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതിനു മുൻപ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.